Good evening, dear students. നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മൾ മെക്കാനിക്സിലെ നോൺ ഇനേർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc ഫിസിക്സ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണിത്. ആ ചാപ്റ്റർ അതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് section 8.1 to 8.5 An Introduction to Mechanics by Daniel Kleppner and Robert J. Kolenko. ഇതാണ് ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ചില പ്രീ റിക്വസിറ്റ്സ് വേണം, ചില കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണ വേണം. ആ ധാരണകളൊന്ന് അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു ഓബ്ജക്റ്റിൻ്റെ റെസ്റ്റോ അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിൻ്റെ ഡൈനാമിക്സോ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഫ്രെയിമിലാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. We have to fix a set of coordinate axes. So the set of coordinate axes, the position coordinates and time coordinates will usually represents a frame of reference. So depending upon the frame of reference chosen, we can say that if an object is at rest or object is in motion. Frame of reference choose ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഓബ്ജക്റ്റ് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ബസ്സും ഇതൊരു ഒരു കാറാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചു. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒബ്സർവർ ഈ കാർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കും. നമുക്കത് തിയററ്റിക്കലി മാത്രമേ പറയാൻ പറ്റുള്ളൂ. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു കാറാണെന്ന് വിചാരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഈ ഓബ്ജക്റ്റിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ കാറിലുള്ള ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡൈനാമിക്സും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് വിച്ച് സാറ്റിസ്ഫൈസ് ഫ്രെയിംസ് ഓഫ് references in which Newton's laws of motion valid. Such frames of reference are called inertial frames of reference. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം എ ഫ്രെയിം അറ്റ് റെസ്റ്റ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ, ഓർ ഫ്രെയിം വിച്ച് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിലും ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫിസിക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ഫ്രെയിമുകളെ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് കാരണം ഓൾറെഡി നമ്മൾ ഈ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ് ഓർ വിച്ച് ആർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ ഈ രണ്ട് ഇനേർഷ്യൽ ഫ്രെയിമുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെയാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അപ്പോൾ അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. യു കൺസിഡർ ടു ഫ്രെയിംസ് എസ് ആൻഡ് എസ് പ്രൈം. രണ്ട് ഇനേർഷ്യൽ ഫ്രെയിംസ് എടുക്കുക. The frame S is at rest
and S prime is moving with a velocity v. So suppose you want to represent the position of a particle, you can use the coordinates for in S dash S prime frame as x prime, y prime, z prime and time in a t prime represent ചെയ്യുക. With respect to S prime ആണെങ്കിൽ it is x, y, z, t എന്ന് represent ചെയ്യുക. അപ്പോൾ ഈ ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ആണ് ഇവിടുത്തെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മൾ എഴുതുക എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഞാൻ അതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കുന്നില്ല, നമുക്കറിയുന്നതാണ്. വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ ആൻഡ് സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി പ്രൈം ഇസ് ഈക്വൽ ടു ടി. ദീസ് ആർ ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. വെരി സിമ്പിൾ. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഒരു ജനറലൈസ്ഡ് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ യു കൺസിഡർ ടു ഫിസിസ്റ്റ്സ്. ആൽഫ ആൻഡ് ബീറ്റ. രണ്ട് ഫിസിസ്റ്റ് എടുത്തു. അപ്പോൾ ആ രണ്ട് ഫിസിസ്റ്റിനെയും വിത്ത് റെസ്പെക്ട് ടു രണ്ട് ഫിസിസ്റ്റിൽ നമ്മൾ രണ്ട് ഫ്രെയിം ഇമാജിൻ ചെയ്യാൻ പോവാണ്. ദിസ് ഫ്രെയിം ഈസ് എസ് ഫ്രെയിം, ദിസ് ഫ്രെയിം ഈസ് എസ് പ്രൈം ഫ്രെയിം. ഇത് ആൽഫ, ഇത് ബീറ്റ. ഇവിടെയാണ് ഒബ്സർവർ ആൽഫ ഇരിക്കുന്നത്, ഇവിടെയാണ് ഒബ്സർവർ ബീറ്റ ഇരിക്കുന്നത്. നമുക്കിവിടെ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യണം, അതിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കും. സോ പി. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇനീഷ്യലി ബോത്ത് ഫിസിസ്റ്റ്സ് are at the same position എന്ന് വിചാരിക്കും. That is at t is equal to 0, alpha and beta coincide എന്ന് വിചാരിക്കും. And let us assume that the physicist beta is moving with velocity, relative velocity vector v. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഒരു ടി സമയം കഴിഞ്ഞപ്പോൾ ഇത്രയും, ഇപ്പം ഞാൻ ഈ ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണിത് ആഫ്റ്റർ എ ടൈം ടി ആണെന്ന് വിചാരിക്കാം. ആഫ്റ്റർ എ ടൈം ടി. അപ്പോൾ രണ്ടുപേരും ഇനീഷ്യലി കോയിൻസൈഡ് ചെയ്താൽ വരുന്നത് ബീറ്റ എന്ന് പറയുന്നത് ഒരു വി വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി, വെക്റ്റർ വി ഇൻറ്റു ടി ആണ്. സംശയമില്ലല്ലോ, വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മുടെ ഇവിടെ ഒരു പൊസിഷൻ വെക്റ്റർ ഉണ്ട്. ബീറ്റയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ ഓബ്ജക്റ്റിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ വെക്റ്റർ ആർ ആൽഫ ആർ ബീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആൽഫയുടെ രൂപത്തിലുള്ള പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ആർ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. സോ ഇതിനെ നമുക്കിപ്പോൾ ഇത് വൈ ആൽഫ, ഇത് എക്സ് ആൽഫ, ഇത് സെഡ് ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് വൈ ബീറ്റ, എക്സ് ബീറ്റ, സെഡ് ബീറ്റ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം എഴുതാൻ പറ്റും. ഇത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിങ്ങനെ വെക്ടർ, ഇതിങ്ങനെ വെക്ടർ, എൻ്റെ ആരോ ഇങ്ങനെ വെക്ടർ ആൽഫ ആർ ആൽഫ എന്ന് പറയുന്നത്
വെക്റ്റർ എസ് പ്ലസ് വെക്റ്റർ ആർ ബീറ്റയാണ്. ആർ ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഓബ്ജക്റ്റിന്റെ പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ആർ ആൽഫ എന്ന് പറഞ്ഞാലോ, ആൽഫ എന്ന് പറയുന്ന ഫിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓബ്ജക്റ്റ് പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഓബ്ജക്റ്റിന്റെ പൊസിഷൻ വെക്ടറാണ്. എസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഈ ടി സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആർ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ ആൽഫ മൈനസ് എസ്, or you can write it as r alpha minus vector beta. So vector r beta is equal to vector r alpha minus beta. നമ്മൾ കൺവെൻഷനലി സിംപ്ലി നമ്മൾ ഫോർ സിംപ്ലിസിറ്റി നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഫിസിസ്റ്റിനെയൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും കാണുന്ന ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എസ് പ്രൈം ഫ്രെയിം ആയതുകൊണ്ട് അതിനെ പ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും എസ് പ്രൈമിനെ അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യും. അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യും. സോ വെക്റ്റർ ആർ പ്രൈം ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ വി ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദിസ് ഈസ് ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. രണ്ട് ഫ്രെയിമിലും ന്യൂട്ടന്റെ കൺസെപ്റ്റ് പ്രകാരം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ അവർ പറയുന്നത് രണ്ട് ഫ്രെയിമുകളിലും ടൈം എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആയിരിക്കും. അതായത് ടി ബീറ്റ ഇസ് ഈക്വൽ ടു ടി ആൽഫ. അതായത് ബീറ്റ ഒബ്സർവർ മെഷർ ചെയ്യുന്ന ടൈമും ആൽഫ ഒബ്സർവർ മെഷർ ചെയ്യുന്ന ടൈമും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ചോസൺ. അപ്പോൾ അതും കൂടി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ടി ബീറ്റ എന്നുള്ളതിന് പകരം ടി പ്രൈം എന്ന് കൊടുക്കുക. ടി പ്രൈം ഇസ് ഈക്വൽ ടു ടി. സോ these two equations, equation number 1 and 2 are called Galilean transformation equations. ഇതാണ് ഒരു ജനറൽ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. മറ്റത് ആദ്യം നമ്മൾ എഴുതിയ എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് പറയുന്ന ഇക്വേഷൻ, വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു സെഡ്, ടി പ്രൈം ഇസ് ഈക്വൽ ടു ടി എന്ന് നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്മളുടെ ഫ്രെയിം എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ് ആക്സിസിന് പാരലായിട്ട് ഫ്രെയിം മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇക്വേഷൻസ് ആണ്. ഇതാണ് കുറച്ചും കൂടി ജനറലൈസ്ഡ് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. സോ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ദീസ് ട്രാൻസ്ഫോർമേഷൻസ് ഇക്വേഷൻസ് connects the dynamics of two inertial frames. It transforms some physical quantity from one inertial frame to another inertial frame. So inertial frames are nothing but the frames which are at rest or which are moving with a uniform velocity. Or you can simply say that Galilean transformation equations satisfy Newton's laws of motion, or you can simply say that inertial frames are those frames in which Newton's laws are valid. അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ന്യൂട്ടൺസ് ലോ വാലിഡ് ആണോ എന്നുള്ളത്. ഇപ്പോൾ വളരെ ലളിതമാണ്. നിങ്ങൾക്ക് വെക്റ്റർ ആർ പ്രൈം ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ വി ടി എന്ന് കിട്ടി. വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്രെയിം, velocity of the S prime frame. The uniform velocity ആണ്. Frame is moving with uniform velocity. Uniform velocity means constant velocity. So just differentiate. This is suppose this is equation number 1. Differentiate equation number 1 with respect to t, time. Then dr prime by dt is equal to dr by dt minus v into 1. V is a constant, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റും. സോ നമുക്ക് dr prime by dt എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് u prime എന്ന് റെപ്രസെന്റ് ചെയ്യാം. u prime is that is velocity of the particle, velocity of the particle in S prime frame. dr by dt ക്ക് പകരം u എന്ന് എഴുതാം, which is u minus d, which is the velocity of the particle
with respect to an observer on the ground. Velocity of the particle in S frame. പഴയ പ്രോബ്ലത്തിലാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആരെ സംബന്ധിച്ചിടത്തോളം ബീറ്റ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം, ഇത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ത് ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ആൽഫ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം. വി എന്ന് പറയുന്നത് ബീറ്റയുടെ വെലോസിറ്റി. ഓക്കെ, സോ യു പ്രൈം ഇസ് ഈക്വൽ ടു യു മൈനസ് ബി. യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ. Differentiate once again with respect to t. So you can write it as du prime by dt is equal to du by dt minus 0. V is a constant, so it is 0. So you can simply write it as du prime by dt എന്ന് പറയുന്നത് acceleration of the particle ആണ്. A prime is equal to a. m എന്ന് പറയുന്നത് invariant ആണ്. മാസ് എന്ന് പറയുന്നത് രണ്ട് ഫ്രെയിമിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് അപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്താൽ എം എ പ്രൈം ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എഫ്. രണ്ട് ഫ്രെയിമിലെയും ഫോഴ്സ് ഇതാണ്. രണ്ടിലും ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ. രണ്ട് ഫ്രെയിമിലും ഇനേർഷ്യൽ ഫ്രെയിമിൽ ആക്സലറേഷൻ ഇൻവേരിയൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വേരിയൻറ്റ് ക്വാണ്ടിറ്റി ആണ്. രണ്ട് ഫ്രെയിമിലും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ആക്സലറേഷൻ ഇൻവേരിയൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഫോഴ്സ് ഈസ് സെയിം ഇൻ ബോത്ത് ഫ്രെയിംസ്. ഫോഴ്സ് ഈസ് സെയിം ഇൻ ബോത്ത് ഫ്രെയിംസ്. ആൻഡ് ഓൾസോ രണ്ട് ഫ്രെയിമിലും യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് ഫോഴ്സ് ആസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂട്ടൻ്റെ എല്ലാ ലോസും നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ് നമുക്ക് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവേരിയൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഇൻ ഇനേർഷ്യൽ ഫ്രെയിംസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ വാലിഡ്. ഓക്കെ, ഇനേർഷ്യൽ ഫ്രെയിം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വാലിഡ് ആവില്ല. Non-inertial frames of reference, you can observe a fictitious force or a pseudo force. Non-inertial frames means accelerated frames. For example, a rotating frame, it is a non-inertial frame. A frame which is an object which is accelerating. If you are observing some physical problem with respect to an observer who is accelerating, then such frame of reference is called non-inertial frames. സോ വളരെ ലളിതമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യാത്ത ഫ്രെയിംസ് ആണ്, അൺആക്സിലറേറ്റഡ് ഫ്രെയിംസ്. ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള ഫ്രെയിം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിം. ആക്സലറേറ്റഡ് ഫ്രെയിമിന് എന്ന് പറയുന്നത് ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ബസ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ഇതൊക്കെ ആക്സലറേറ്റഡ് ഫ്രെയിംസിന് എക്സാമ്പിൾസ് ആണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിൽ ആക്ച്വൽ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഫോഴ്സും കൂടിയും വരും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ദ ഫോഴ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. Force appears due to acceleration of the frame. ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഫോഴ്സും കൂടി വരും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഓർ സ്യൂഡോ ഫോഴ്സ്. Pseudo force or fictitious force, it is not a real force. It appears due to the acceleration of the non-inertial frames. Okay, so fictitious force നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസിലേക്ക് കിടക്കുന്നു. അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.